വീണ്ടും ഒരു ക്രിസ്മസ് കൂടെ വന്നെത്തിയിരിക്കുകയാണ്. ക്രിസ്തു നമ്മിൽ ജനിക്കുമോ? ഇപ്പൊ മനസ്സിലിങ്ങനെ നമ്മൾ ഓർക്കുകയാണ്, ലെറ്റ്സ് ട്രൈ, ജനിക്കുമായിരിക്കും, ജനിക്കും ഒക്കെ പറയുകയാണ്. എന്നാൽ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇക്കാലം അത്രയും ജനിച്ച ക്രിസ്തു എവിടെ? ഇക്കാലം അത്രയും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ, ഭവനത്തിൽ ജനിച്ച ക്രിസ്തു എവിടെ? ഇപ്പോൾ ഈ കരോൾ സർവീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിലെല്ലാം ഒന്നല്ല ഒരു 10ഉം 15ഉം നക്ഷത്രം വരെ ഇങ്ങനെ വീടുകളുടെ മുൻപിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാം, ഓരോ വീടുകളുടെയും. എന്നാൽ അന്ന് ക്രിസ്തു ജനിച്ചപ്പോൾ ഒറ്റയൊരു നക്ഷത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിന്റെ മുൻപിൽ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിട്ട് ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ ഉണ്ടോ എന്ന് നാം തന്നെ ഓരോ സന്ധ്യയിലും ഇപ്പോൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പണ്ഡിതനായിക്കൊള്ളട്ടെ, പാമരനായിക്കൊള്ളട്ടെ, അതാണ് സ്വർഗം ഭൂമിക്ക് നൽകിയ റെപ്രസെന്റേഷൻ. 2 കൂട്ടരെയാണ് ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ ചെന്നെത്തിയത്. ഒന്ന്, ഒന്നും അറിയാത്ത ആട്ടിടയന്മാർ. 2, എല്ലാം അറിയുന്ന ജ്ഞാനികളായ രാജാക്കന്മാർ. ഇവർ 2 പേരും സമാധാനം കണ്ടെത്തിയത് ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ്. അന്ന് അന്തഃപുരത്തിൽ രാജ്ഞിമാർ മശിഹായെ പ്രസവിപ്പാൻ ഒരുങ്ങിയിരുന്ന കാലത്ത് കേവലം ഒരു ബാലികയുടെ ഉദരത്തിൽ ജനിച്ച ക്രിസ്തു അവനെ നേരിട്ട് കണ്ടപ്പോഴാണ് പണ്ഡിതനായിരിക്കുന്ന വിജ്ഞാനികളും ഒന്നുമില്ലാത്ത ആട്ടിടയന്മാരും ആ ഒരു സന്തോഷത്തിന്റെ ദൈവപുത്രനെ കണ്ടറിഞ്ഞത്. നാം ആരായിരുന്നാലും ക്രിസ്തു നമ്മിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സമാധാനം ഉണ്ടാകുന്നത്. അതാണ് മാലാഖമാർ പറഞ്ഞത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്നും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നും. ആ ഒരു വാക്യത്തെ ഈ സന്ധ്യയിൽ നമുക്ക് 2 ആക്കാം. ഒന്ന്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അത് ഇന്നും എന്നും എന്നാളും ലോകാവസാനത്തോളവും ഈ മഹത്വം ഉണ്ടാകും, ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആർക്കാണ് സമാധാനം? ഈ സമാധാനം വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ, അല്ലേ? ആർക്കാണ് സമാധാനം? ഭൂമിയിൽ ദൈവ പ്രസാദമുള്ളവർക്കാണ് സമാധാനം. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മുടെ ഭവനത്തില് സമാധാനം ഉണ്ടാകണമെങ്കിൽ ആര് നമ്മിൽ ഉണ്ടാകണം? ക്രിസ്തു നമ്മിൽ ഉണ്ടാകണം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? ക്രിസ്തു എവിടെയാണ് ജനിച്ചത്? ഇവിടെ പാടാൻ നിന്ന കൊച്ചു കുഞ്ഞിന് പോലും അറിയാം, ബേത്ലഹേം ഓഫർത്തായിലാണ് ആര് ജനിച്ചത്? ആര് ജനിച്ചത്? ക്രിസ്തു ജനിച്ചത്, അല്ലേ? എന്നാൽ അല്ല, ആദ്യമായി ക്രിസ്തു ജനിച്ചത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായിരുന്നു. ആദ്യം ക്രിസ്തു ജനിച്ചത് പിതാവാം ദൈവത്തിന്റെ മനസ്സിലായിരുന്നു. പിന്നെ ക്രിസ്തു ജനിച്ചത് യൗസേപ്പിന്റെ സ്വപ്നത്തിലായിരുന്നു. പിന്നെ ക്രിസ്തു ഉരുവായത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുമ്പോൾ മാത്രമാണ് ഞാൻ ദൈവപുത്രനെ പോലെ ആയിത്തീരുന്നത്. ദൈവപുത്രനിൽ ഉണ്ടായിരുന്ന സമാധാനം നമ്മളിലും ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ഈ സമാധാനം ഉണ്ടാകാൻ ദൂതൻ നമ്മോടും സംസാരിക്കണം. എന്തായിരുന്നു പരിശുദ്ധ അമ്മയോട് ദൂതൻ സംസാരിച്ചത്? ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും, ആകയാൽ നിന്നിൽ നിന്നുണ്ടാകുന്നത് ദൈവപുത്രൻ എന്ന് വിശുദ്ധ പ്രജ എന്ന് അറിയപ്പെടും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയരെ, നമ്മെ ഓരോരുത്തരെയും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, മറ്റുള്ളവർ നമ്മളിൽ ദൈവത്തെ കാണുവാൻ, നമ്മുടെ മക്കളിൽ ദൈവത്തെ കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ 2 ടിപ്പ് മാത്രമേ ഉള്ളൂ. എന്താ? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരണം, അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. അപ്പോൾ നമുക്ക് മാത്രമല്ല ഗുണമുണ്ടാകുന്നത്, നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രജയും ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയിൽ ഈ ദൈവപുത്രൻ ജനിക്കാനുള്ള എന്തായിരിക്കും കാരണം? എന്നിൽ കർത്താവ് ജനിക്കണമെങ്കിൽ, സമാധാനം എൻ്റെ ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു എന്നിൽ ഉണ്ടാകണമല്ലോ. എന്താണ് പരിശുദ്ധ അമ്മയ്ക്ക് അന്തപുരത്തെ രാജ്ഞിമാരെക്കാളും കൂടുതൽ ദൈവം കണ്ട യോഗ്യത? അതിനൊരു ചെറിയ എക്സാമ്പിളാണ് പരിശുദ്ധ അമ്മയും എലിസബത്ത് അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച. പരിശുദ്ധ അമ്മയും എലിസബത്ത് അമ്മയും കൂടിയുള്ള ഈ കൂടിക്കാഴ്ച തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്താ പറയുന്നത്? പരിശുദ്ധ അമ്മ എലിസബത്ത് അമ്മയെ കാണുവാൻ വേണ്ടി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതലുള്ള വേദഭാഗം പറയുകയാണ്, പരിശുദ്ധ അമ്മ ബന്ധപ്പെട്ട് യഹൂദ മലനാട്ടിലേക്ക് കടന്നു ചെന്നു. ബന്ധപ്പെട്ട എന്ന വാക്കിന്റെ അർത്ഥം പരിശുദ്ധ അമ്മ പറയാ, മോർ ദാൻ 100 കിലോമീറ്റേഴ്സ്, 100 കിലോമീറ്ററിലധികം നടന്നു ചെന്ന്
അതിനെയാണ് ബന്ധപ്പെട്ട് എന്ന് വേദപുസ്തകം പറയുന്നത്. പരിശുദ്ധ അമ്മ തനിക്കാവുന്നതിലും കൂടുതൽ ഒരു ഗർഭിണിയായ സ്ത്രീ കടന്നു ചെല്ലുകയാണ്. എന്തിനു വേണ്ടി? മറ്റൊരാളെ ശുശ്രൂഷിക്കുവാൻ. അങ്ങനെയെങ്കിൽ പ്രിയരെ, കുടുംബ ബന്ധത്തിൽ ബന്ധപ്പെട്ട് പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ? സമൂഹത്തിൽ ബന്ധപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ദാനം കൊടുക്കുന്നവരാണ്, നാം മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. എന്നാൽ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ?